സൗദിയിലെ ഹജ്ജ് ദുരന്തം. ഇന്നലെ സൗദി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു 1300ഓളം പേര് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹീറ്റ് വേവ്, അതായത് സൂര്യതാപം കൊണ്ട് കൊല്ലപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇതിന് ശേഷം, ഇത് നടന്നിട്ട് 4-5 ദിവസമായി, ആദ്യമായിട്ടാണ് സൗദി അറേബ്യ ഔദ്യോഗികമായിട്ട് കണക്കുകൾ പുറത്തുവിടുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് ഗ്ലോബലായിട്ട് ഇതൊരു ഇഷ്യൂ ആയി മാറി. അതായത് ഇത്രയും ടെമ്പറേച്ചറിൽ എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ വന്ന്, എന്തിനാണ് സൗദി ഗവൺമെൻറ് ഇവരെ എൻ്റർടൈൻ ചെയ്ത് ഹജ്ജിന് വിട്ടത്? അതായത് ഇതേ സ്കോച്ചിങ് ടെമ്പറേച്ചറിനകത്ത് പോയി കഴിഞ്ഞപ്പോഴല്ലേ ഇത് കൊല്ലപ്പെട്ടത് എന്ന് അറേബ്യൻ രാജ്യം, അതായത് ഇസ്ലാമിക രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യം, അമേരിക്കയിൽ നിന്ന് വരെ ഹജ്ജിന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അവർ തന്നെ മരിച്ചിട്ടുണ്ട് പലരും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് 1300 പേരാണ് ഇപ്രാവശ്യം ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹീറ്റ് വേവിൽ മരിച്ചു പോയത്. പിന്നീട് സൗദി ഒഫീഷ്യൽസ് ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ, ഇപ്പോൾ അത് നിങ്ങൾ പറ്റുവാണെങ്കിൽ പത്രം വായിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ, കാരണം എൻ്റെ വീഡിയോയ്ക്കകത്ത് ആ സംഭവം മുഴുവനും പറയാൻ പറ്റത്തില്ല. സൗദി ഗവൺമെൻറ് പറയുന്നത്, ഒഫീഷ്യലി പറയുന്നത്, ഈ മരിച്ച 1300 പേരുകളിൽ 80% ഇല്ലീഗലായിട്ട് സൗദിയിൽ വന്നവരാണ്. അതായത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തവരല്ല. ഇവരെല്ലാം കൈക്കൂലി കൊടുത്ത് ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് പുണ്യം കിട്ടുവാൻ, ഇതാണ് യൂസ് ചെയ്തേക്കുന്ന വേർഡ്, പുണ്യം കിട്ടുവാൻ വേണ്ടി കൈക്കൂലി കൊടുത്താണ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ സൗദി മറ്റൊരു കണക്ക് പുറത്തു വിടുന്നുണ്ട്. ഇപ്രാവശ്യം ഏകദേശം 21 ലക്ഷത്തിന് അടുപ്പിച്ചാണ് ആളുകൾ വന്നത് ഔദ്യോഗികമായിട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് 4.5 ലക്ഷത്തോളം പേര് ഇല്ലീഗലായിട്ട്, അതായത് രജിസ്റ്റർ ചെയ്യാതെ മെക്കയിൽ ഹജ്ജിന് വേണ്ടി വന്നു. 4.5 ലക്ഷം, ആലോചിച്ച് നോക്കുക. ഇതിലേറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഈജിപ്തിൽ നിന്നാണ്. ഇവർ വന്നതിൻ്റെ കാരണം കൂടി ഇവർ പറയും, ഇത് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത്. കാരണം വലിയൊരു മാഫിയ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഗ്ലോബലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സൗദിയിലും അതിൻ്റെ പല ആളുകളുണ്ട്. അതിന് ചില ഒഫീഷ്യൽസ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതായത് സൗദി ഗവൺമെൻറ് പറയുന്നത്, ഇതിനെ, ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടത് ഇതിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ലോട്ടായിട്ട് കൊടുക്കുന്നത്. പക്ഷെ അതിനെയെല്ലാം കൂടെ കവർ ചെയ്തുകൊണ്ട് ഈ 4.5 ലക്ഷം പേര് എങ്ങനെ വന്ന്, എങ്ങനെയാണ് അവർ ആ സിറ്റിക്കകത്ത് കയറിയത് എന്നും സൗദി ഗവൺമെൻറ് പറയുന്നുണ്ട്. അതായത് ഈ ഹജ്ജിൻ്റെ 2 ആഴ്ച മുമ്പ് ഈ മെക്ക സിറ്റിയിലോട്ട് വഴികളെല്ലാം കോർഡൺ ചെയ്യും. അതായത് ഈ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ കയറി പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സൗദി വളരെ വർഷങ്ങൾക്ക് മുഹമ്മദ് ബിൻ സൽമാൻ വന്ന ശേഷം വിസ റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ടൂറിസ്റ്റ് വിസ കൊടുക്കുന്നതിൻ്റെ റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒരു ടൂറിസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ഈ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന അവരെ മാഫിയകളാണ് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. അത് വലിയ മാഫിയ ഉണ്ട്. അതായത് കൈക്കൂലി കൊടുത്ത് ഹജ്ജ് ചെയ്യാൻ പോകുന്നവരുടെ എണ്ണം ഗ്ലോബലായിട്ട് കൂടി. ആലോചിക്കുക, പുണ്യം കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുത്ത് ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്. ഈ വേർഡ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് ഒഫീഷ്യൽസ് ന്യൂയോർക്ക് ടൈംസിനകത്ത്. അതുകൊണ്ടാണ് ആ വാർത്ത നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞത്. അതായത് പണം കൊടുത്തിട്ട് ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ്, അതായത് 1 മാസം മുമ്പേ തന്നെ, അല്ലെങ്കിൽ 1.5 മാസം മുമ്പേ തന്നെ ഇവർ ഈ മക്ക സിറ്റിക്കകത്ത് പലയിടത്ത് പോയി താമസിക്കുക, ആളറിയാതെ. കാരണം അവിടെ വാടക കൊടുത്ത് പല രീതിയിൽ ഇവർ കയറി അതിനകത്ത് ടൂറിസ്റ്റാണെന്നും പറഞ്ഞ് കയറി, എന്നിട്ട് ഹജ്ജിൻ്റെ സമയത്ത് പോയി ചെയ്യും. ഇപ്പം ഇവർക്ക് ഈ പറയുന്ന പോലെ AC റൂംസും അതേപോലെ ടെൻറ്റും AC ബസ്സുകളും ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ഇവരുമായിട്ട് വരുന്ന ഈ മാഫിയ ഗ്യാങ്, അതായത് ട്രാവൽ ഏജൻസി, ഇങ്ങനെയൊക്കെ പറയാം, ഇവരെല്ലാം വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് ഈ പ്രായമുള്ളവർ വരുന്നവരെ ഇവരെ അവിടെ ഡംപ് ചെയ്തിട്ട് ഇവരങ്ങ് പോവുക. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയാൻ, കാരണം ഇത്രയും മാസീവായിട്ട് ആൾക്കാരാണ് വരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഹജ്ജ് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്, ഇത്രമാത്രം ഹീറ്റുണ്ട്. ഇപ്പോൾ സൗദി ഗവൺമെൻറ് നേരത്തെ അഡ്വൈസറി മെമ്മോ ഈ പറയുന്ന ഹജ്ജിന് വരുന്നവർക്കെല്ലാം എയർപോർട്ടിൽ വെച്ച് കൊടുക്കുന്നു, പലയിടത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയുണ്ട് ടെമ്പറേച്ചർ, ഇത്രയും പ്രായമുള്ളവരും അസുഖമുള്ളവരും ഹജ്ജിന് ഈ ഇത്ര കാരണം കിലോമീറ്ററോളം നടക്കണം. ഇതൊന്നും എനിക്കറിയത്തില്ല, വായിച്ച് ഞാൻ കേട്ടത്.
കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഹീറ്റ് വേവ് അടിക്കാതിരിക്കാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങരുത്. ഇവർ ഹജ്ജിന് ഈ പറയുന്ന കിലോമീറ്റർ ഇത് സഹായം എത്തിക്കുവാൻ സാധിക്കില്ല. ഇപ്രാവശ്യം ഉണ്ടായ ദാരുണമായ സംഭവം, പലരും ഇങ്ങനെ പോകുന്ന വഴിയിൽ റോഡുകളിലേക്ക് അവിടെ കിടന്ന് അവിടെ കിടന്ന് മരിക്കുമോ. അത് കാരണം ഈ ട്വിറ്ററിനകത്തും മറ്റിടത്തൊക്കെ ഇതിൻ്റെ അകത്ത് പല ഫോട്ടോയും പല ഇൻ്റർനാഷണൽ മീഡിയ, അതേപോലെ ന്യൂയോർക്ക് ടൈംസിൻ്റെ അകത്ത് ചില ഫോട്ടോകളൊക്കെ നിങ്ങൾ നോക്കണം, കഴിഞ്ഞ 3 ദിവസം കൊണ്ട് വരുന്നുണ്ട്. അത്ര ഭീകരമായ ഫോട്ടോയാണ്, റോഡിൽ കിടന്ന് മരിക്കുക. കാരണം ഈ രജിസ്ട്രേഷൻ ഇല്ലാതെ മരിച്ചു പോകുന്നവരെ ഇവരെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും, അതടുത്ത പ്രശ്നമാണ്. കാരണം ഇവരുടെ ബന്ധുക്കളും മക്കളും അവിടുന്ന് വിളിച്ച് ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഈ ഫോട്ടോ ഇട്ടിട്ട് ഇവരെ കണ്ടവരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇത് വലിയ ട്രെൻഡായി മാറി സോഷ്യൽ മീഡിയയിൽ. കാരണം വേറെ വഴിയൊന്നുമില്ല. കാരണം ഇവർ പൊതുവെ ഇവരുടെ ഈ പേരൻസിനെയൊക്കെ വിട്ടത് ഈ മക്കളൊക്കെ തന്നെയാണ്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു അകത്ത് കിടക്കുന്നൊരു സംഭവമുണ്ട്, മെക്കയിൽ പോയി ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് മരിക്കുകയാണെങ്കിൽ അത് വലിയ പുണ്യമാണ്, ബ്ലെസ്സിങ് ആണെന്നുള്ള ധാരണയുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ അസുഖമുള്ളവരൊക്കെ ഈ പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹമായെന്നും പറഞ്ഞുകൊണ്ട് കയറ്റിവിടുന്ന ആൾക്കാരുമുണ്ട്. ഇതും സൗദി ഗവൺമെൻറ് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ, കാരണം ചില ആളുകൾ അവിടെ എത്ര ചൂടാണെങ്കിലും മരിക്കാൻ വേണ്ടി വരുന്നു, ചില ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഈ മരിക്കാൻ വേണ്ടി വരുന്നവർ പോലും അതിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് പണം കൈക്കൂലി കൊടുത്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ കൈക്കൂലി കൊടുത്തിട്ട് എന്ത് പുണ്യമാണ് കിട്ടുന്നതെന്ന് ഈ വീഡിയോ കേൾക്കുന്ന മുസ്ലിങ്ങൾ തന്നെ, നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട സംഭവമാണ്. എന്ത് പുണ്യമാണ് കൈക്കൂലി? അതായത് ആ രാജ്യത്തിൻ്റെ എല്ലാ നിയമവും തെറ്റിച്ച് റിലീജിയസ് ആയിട്ട് കൈക്കൂലി കൊടുത്ത് ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം 4.5 ലക്ഷമായിരുന്നു ഇപ്രാവശ്യം 2024. അതായത് ഇപ്പോൾ പോയ ഹജ്ജിൽ. അതായത് 80% പേര് മരിച്ചവർ, അതായത് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇല്ലീഗലാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ പറയുന്നത്, അപ്പോൾ ട്യൂണീഷ്യയിൽ നിന്നും ജോർദാനിയിൽ നിന്നും ഈജിപ്തിലെ അവിടെ ആ രാജ്യത്തിൻ്റെ അംബാസിഡേഴ്സ് പറയുന്നത് അവരെ ഡെഡ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങ് അടക്കിക്കൊള്ളുക. കാരണം ഇവരുടെ ഈ പറയുന്ന പോലെ ഹജ്ജിന് വന്നതിൻ്റെ പേപ്പേഴ്സ് ഇല്ല. ഇവരുടെ എല്ലാം ഉള്ളത് ടൂറിസ്റ്റ് വിസയുടെ സംഭവമാണ്. കാരണം ഇല്ലീഗലായിട്ട് വീണ്ടും ഫോർമാലിറ്റീസ് കൂടുകയാണ്. അതായത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അത് കേരളത്തിലെ മീഡിയ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത്. കാരണം സൗദി അറേബ്യയുടെ റെസ്ട്രിക്ഷനുണ്ട്, പിന്നെ കേരളത്തിലൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ സുഖിപ്പിക്കുക എന്നുള്ള സംഭവമുണ്ട്. ഇതൊന്നുമല്ല, ഇത് പ്രോപ്പറായിട്ടുള്ള വാർത്തയാണ്. അതായത് പറയാൻ പോകുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് ബയലാറ്ററൽ ടോക്ക് അതിനെ വരെ ഇത് ബാധിക്കുകയാണ്. ജോർദാനുമായിട്ട് പ്രശ്നമായി, ഇതിൻ്റെ പേരിൽ ഈജിപ്റ്റുമായിട്ട് പ്രശ്നമായി. കാരണം ഇത്രയും പേര് ടൂറിസ്റ്റ് വിസയിൽ കയറി വന്ന്, കാരണം സൗദി ടൂറിസ്റ്റ് വിസ റിലാക്സേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പേര് കൂടി വന്നത്. പിന്നെ ടെമ്പറേച്ചർ, ഇതെല്ലാം കൂടെ അവർ ആ ഗവൺമെൻറ്റിന് പറയുന്നത് ഞങ്ങൾക്കിതൊന്നും കൺട്രോൾ ചെയ്യാനുള്ള ഇത്രയും വലിയ സംവിധാനമൊന്നുമില്ല. ഇല്ലീഗലായിട്ട് കയറി വരുന്നൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുമ്പോൾ പോലീസ് അധികാരികൾക്ക് തടയാൻ കഴിയുന്നില്ല. കാരണം മാസീവായിട്ട്, കാരണം 4.5 ലക്ഷം പേര് ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനും പോലീസിനും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ട സംഭവം, കൈക്കൂലി കൊടുത്ത് ഹജ്ജിന് പോകുക എന്ന് പറയുന്നത്, പുണ്യം കിട്ടാൻ പോകുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്ത് എന്തെങ്കിലും പുണ്യമുണ്ട്. ഇത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. അതിനകത്ത് എത്ര മലയാളികളുണ്ട്, ഇന്ത്യക്കാർ അതിൻ്റെ കണക്കുകൾ പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ വെരി സൂൺ അതിൻ്റെ കണക്കുകളും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്.